ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് മോർണിംഗ് റൂട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗായിട്ട് എടുക്കാം. ഞാൻ ആദ്യമേ പറയാം, ഇത് കുറേ ജോലിയൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, പിന്നെ അത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കണത് ആ ടൈമായി കേട്ടോ. കാരണം കുറേ ജോലികളൊക്കെ ഒതുക്കിയതിന് ശേഷമാണ് ചായ കുടിക്കാൻ തന്നെ ഇരുന്നത്. ചായ കുടിച്ചു. അതിനിടയിൽ ഞാൻ ഇഡ്ഡലിയൊക്കെ അവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഇളക്കി നേരത്തെ അടച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ മീൻ അറുത്ത് വെച്ചു. അതൊക്കെ പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി പൊരിക്കാൻ സെപ്പറേറ്റ്, കറി വയ്ക്കാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചു. പിന്നെ കേബേജൊക്കെ കൊത്തി വെച്ചിട്ടുണ്ടെന്ന് അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമുക്കെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാർട്ടിക്കാർ വന്ന് പറയുമല്ലോ, അങ്ങനെ ഞങ്ങളൊരു 4 ഊണാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ കരുതി അത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാൻ. ഇതെല്ലാം കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് എന്താ പറയുക, ചോറ് കെട്ടി കഴിഞ്ഞ ശേഷം അയ്യോ ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ വിചാരിച്ചു, പിന്നെ പോകാനുള്ള ടൈമും കൂടെ ആയപ്പോഴത്തേക്കും പിന്നെ ഞാൻ മടിച്ചു. തോരത്തിന് കടുവും വറുത്തിട്ടിട്ട് സാമ്പാർ ഞാൻ നേരത്തെ വേവിച്ച് മലക്കറിയെല്ലാം വേവിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അല്പം ജീരകം, മല്ലിപ്പൊടി, പുളിയും കൂടെ ചേർത്ത് നല്ലോണം മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മളിത് സാമ്പാർ വീത്തിക്കളഞ്ഞ് സാമ്പാർ നല്ല കൊഴുപ്പും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് അല്പം കായപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത്, ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ ഒരു മണം വരും, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെല്ലാം ചേർത്ത് സാമ്പാർ കലക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം തോരത്തിന് ഇതിനിടയിൽ ഞാൻ തേങ്ങ തിരുവി തോരത്തിനൊക്കെ അരയ്ക്കാൻ വേണ്ടി എല്ലാം സെപ്പറേറ്റ് മാറ്റി വെച്ചു. മുട്ട പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇതെല്ലാം ചെയ്തു. നമ്മൾ പൊതിച്ചോറിട്ടുമ്പോൾ ഒരു ചമ്മന്തിയും കൂടെ വേണമായിരുന്നു. എനിക്ക് പിന്നീടാണ് തോന്നിയത് കേട്ടോ, ചമ്മന്തിയും കൂടെ വയ്ക്കായിരുന്നു. മീൻ പൊരിക്കണ സമയത്ത് ഇതിൽ കുറച്ച് ചൂരയും കുറച്ച് മത്തിച്ചാളയാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളകും കൂടെ ചേർത്ത് നല്ലോണം പുരട്ടി മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് അതൊരു പ്രത്യേക രുചിയാണ്. മീൻ പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും കിട്ടും കേട്ടോ. ഇത് പുരട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇത് ഞാൻ പൊരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത്. പൊരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറച്ച് കരിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ മീൻ ഒരു നല്ല വെളിച്ചെണ്ണ പൊരിക്കണം. അതാണ് മീനിന് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പൊരിക്കാനുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഇതിനിടയിൽ മോളെ അഴിച്ചു വന്നു. മോളെ റെഡിയാക്കാൻ സ്കൂളിൽ പോകണം. അവൾക്ക് വണ്ടി വരെ 8:45. അതിനെ അവളെ റെഡിയാക്കണം. ഇതെല്ലാം ഞാൻ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഓട്ടമാണ് കേട്ടോ. പിന്നെ മുട്ട പൊരിക്കാൻ വേണ്ടി ഉള്ളിയും പച്ചമുളകൊക്കെ അതും അരിഞ്ഞുമൊക്കെ വെച്ചു. പിന്നെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചിട്ട് ഞാൻ മുട്ടയ്ക്കൊക്കെ മാത്രമേ ചോപ്പർ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ കൈകൊണ്ട് തന്നെയാണ് അരിഞ്ഞെടുക്കാറ്. ചിലരൊക്കെ പറയും തലേ ദിവസം എല്ലാം അരിഞ്ഞു വയ്ക്കുമെന്ന്. ഞാനല്ല, അന്ന് തന്നെയാണ് രാവിലെ കഴിച്ച് തന്നെയാണ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുന്നത്. ഇതിനിടയിൽ അരി വടിച്ചിട്ടു. ജോലിയൊക്കെ ഏകദേശമായി. പിന്നെ അരി മാത്രം വടിച്ചിട്ടു. ഇലയെല്ലാം വാട്ടി വെച്ചാൽ മതിയായിരുന്നു. മോളെ സ്കൂളിൽ വിടണം. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്കതും ജോലിയെല്ലാം കൂടെ നടക്കത്തില്ല. അപ്പോൾ ഇവൾക്ക് മോളെ സമയത്തിന് സ്കൂളിൽ വിടാൻ വേണ്ടി സമയം കിട്ടാറില്ല. അതുകൊണ്ട് രാവിലത്തെ അത് ഒരു അടുക്കളയുള്ള കാര്യങ്ങൾ മാത്രമേ ഒതുക്കി വെച്ച് കിട്ടോ. ഇലയൊക്കെ വാട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ചേട്ടനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പം മീനിന് അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെടിയെടുക്കാൻ പറ്റും. തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്കൊക്കെ ഇട്ടു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളി, ഉള്ളിയൊക്കെ ചേർത്ത് നല്ലോണം അരച്ചെടുത്ത് മീൻ കലക്കി ഉപ്പും ചേർത്ത് അതും അടുപ്പിൽ വെച്ച്. ഇതൊക്കെ അടുപ്പിലാണ് കേട്ടോ കൂടുതലും നമ്മളുടെ മീനും കഞ്ഞിയൊക്കെ വയ്ക്കാറ്. പിന്നെ പൊതിച്ചോറ് കെട്ടാനുള്ള കലാപരിപാടികളായിരുന്നു. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമെന്ന് വെച്ചാൽ മുമ്പൊക്കെ കട്ടി ഇപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ട് കൂടെ. എല്ലാം ചേട്ടനാണ് കേട്ടോ ഇതൊക്കെ വീഡിയോ എടുത്ത് തന്നത്. എനിക്ക് ഞാൻ പൊതിച്ചോറ് കെട്ടണേൻ്റെയൊക്കെ വീഡിയോ ചേട്ടനാണ്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മുമ്പ് സപ്പോർട്ടാണോ വെച്ചാൽ സപ്പോർട്ടായിരുന്നു, എന്നാൽ ഇത്രത്തോളം അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നല്ല സപ്പോർട്ടാണ്. എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് എല്ലാം ചെയ്തു തരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കട്ടയ്ക്ക് ഒരാൾ കൂടെ നിൽക്കുമ്പോൾ എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു മനസ്സാണ്. അപ്പം തോരൻ, മുട്ട പൊരിച്ചത്, മീൻ പൊരിച്ചത്, നാരങ്ങ അച്ചാർ, ലൗലോലിക്ക്, സാമ്പാർ ഞാൻ കവറിൽ കെട്ടിയാണ് വെച്ചത്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ അടുക്കള വന്നപ്പോൾ അടുക്കള ഒരു ചാത്തനാടിയ കളം പോലെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു.
പിന്നെ ഇതൊക്കെ ഒതുക്കണം. ഇതൊക്കെ എടുക്കാൻ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ കിട്ടില്ല. പിന്നെ ഞാൻ എല്ലാം ഒതുക്കി വെച്ച് കണ്ടോ. എനിക്കാണെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ അടുക്കളയിലുള്ള പാത്രങ്ങളെല്ലാം കഴുകി തൂത്തുവാരി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നിരുന്നാലും, അതായത് ഇപ്പോൾ പോണ മനുഷ്യൻ്റെ കാര്യമാണ് പറയാൻ പറ്റത്തില്ല. നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും ആവശ്യം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ച് നമ്മൾ ബന്ധുക്കൾ വീട്ടിലുള്ള ആൾക്കാർ വരുമ്പോൾ പുറത്തുള്ള ആൾക്കാരല്ലേ കൂടുതലായിട്ട് വരാം. അപ്പം വീടും അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ തന്നെ ഒരുപാട് വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോലിക്ക് പോകാനൊക്കെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ. ഓക്കെ, ബൈ ബൈ, സീ യു.